ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ വന്നേക്കാണ്, ഇവിടെ പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിൽ. ഇത് ഓണത്തിന് ഞങ്ങൾ വന്ന ഓർമ്മയുണ്ടോ? അമ്പലത്തിൽ ഈ അമ്പലമാണ് ഓണത്തിനൊക്കെ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇന്ന് വൃശ്ചികം ഒന്നുമില്ല, അപ്പം 1-ാം തീയതി പാരായണയൊക്കെ തൊഴുതേക്കാം. വൈകിട്ടല്ലേ വരാൻ സമയമുള്ള. അപ്പോൾ ഞങ്ങൾ രണ്ടും വൈകിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് തൊഴാൻ കയറുകയാണ് ഞങ്ങളെ. ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഓണത്തിന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഇവിടെ വരുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ? എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ. ഇത് ഫ്രണ്ട് ലാകത്തോട്ട് കയറുന്നു, നാലുകെട്ട്. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് കയറുന്ന റോഡാണ് കണ്ടോ? ഇത് വടശ്ശേരിക്കരയ്ക്ക് കൂടെ പോകുന്ന റൂട്ടാണ് ഇത്. ഈ റോഡ് റാന്നിയിൽ നിന്ന് വടശ്ശേരിക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇത്. റാന്നി, ബംഗ്ലാങ്കടവ്, വടശ്ശേരിക്കര, അങ്ങനെ. ഉത്സവത്തിൻ്റെ പോസ്റ്ററാണ് ഇവിടുത്തെ. പരുത്തിക്കാവ് ദേവീക്ഷേത്രം തിരുവോത്സവം നവംബർ 22 മുതൽ 30 വരെ. വൃശ്ചിക മാസം ഡിസംബർ 2 മുതൽ ഉത്സവം നടക്കുന്നത്. സപ്താഹയജ്ഞമാണ് നവംബർ 22 മുതൽ 30 വരെ. ഉത്സവം നടക്കുന്നത് ഡിസംബർ 2 മുതൽ 4 വരെ. ഇവിടുത്തെ കലാപരിപാടി നാടൻപാട്ടുണ്ട്. പിന്നെന്ത്, ഇത് യോഗയുടെ ഉണ്ടല്ലോ. പരുത്തിക്കാവ് ദേശീയ ഉത്സവത്തിന് നവംബർ 22 ശനിയാഴ്ച രാത്രി 9 മണിക്ക് റാന്നി ദേവാമൃത യോഗ ടീം അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റിക് യോഗായ വലിയ 22-ാം തീയതിയാണ്. ശനിയാഴ്ച രാത്രി 9 മണിക്ക് 22-ാം തീയതി. അപ്പോൾ സപ്താഹം തുടങ്ങുന്ന ദിവസം അല്ലയോ? നവംബർ 22-ാം തീയതി രാത്രി 9 മണിക്ക്. അപ്പം ഇതിൻ്റെ വീഡിയോ ഇടാൻ ഞങ്ങൾ നോക്കാമേ. ഇതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വരക്കം. നീ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും. ഇവിടെ ഭയങ്കര സോഷ്യലാണ് കേട്ടോ. പക്ഷേ ഫേസ്ബുക്കിൽ വരുമ്പോഴേ ഉള്ളൂ ഒരു ഇത്. ഭയങ്കര സോഷ്യൽ. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാവരോടും സംസാരിക്കും. അതിപ്പം നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇവൾ പോയി എല്ലാവരോടും സംസാരിക്കും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഇല്ല. ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക്. മെസ്സഞ്ചർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അവളെ മെസ്സഞ്ചർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അവൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് മോട്ടേഷൻ കിട്ടാൻ വേണ്ടി അവൾ നോക്കുന്നത് ഇപ്പം. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ ബ്ലോഗൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഉത്സവ പ്രോഗ്രാമും ഈ കയ്യെട്ടുകളി തിരുവാതിരയൊക്കെ ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ അധികം വരാത്തത്. കാരണം പ്രോഗ്രാം ഡയറക്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് ഞങ്ങൾ അധികം വരുന്നില്ലെന്നുള്ളൂ. പിന്നെ ബ്ലോഗ് ചെയ്യാൻ ഞങ്ങൾ നേരത്തെയൊക്കെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ ആദ്യം ഓടി കടന്ന് ഞങ്ങൾ 2 ഘട്ടം ബ്ലോഗൊക്കെ ചെയ്തതാണ്. ഇപ്പോഴങ്ങനെ ബ്ലോഗൊന്നും ചെയ്യാത്തത്. പിന്നെ ഞങ്ങൾ ബ്ലോഗ് ചെയ്യും ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം ഞങ്ങളുടെ സിറ്റുവേഷനൊക്കെ ഒരു ശകലം മോശം. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ശകലം ടൈറ്റിലൊക്കെയാണ്. അത് കഴിയുന്നുണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. നിങ്ങൾ കഴിഞ്ഞ് ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനമൊക്കെ ഇപ്പം ആൾക്കാർക്കല്ലേ ചെറിയ തുക, ഒരു തുക ഇതുവരെ കിട്ടിയുള്ളൂ. ഇനി നല്ല വരുമാനമൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലേടി? അങ്ങനെയല്ലേ? നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരി. കൂടെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പ്രൊഫൈൽ അനന്തോ കാലത്തിലാണ്. അപ്പം എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവളിങ്ങനെ പമ്മി ഇരിക്കുന്നുണ്ടെങ്കിലും മെസ്സഞ്ചറിലായാലും മെസ്സേജ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വഭാവം മാറും. പിള്ളേരുടെ സ്വഭാവം മാറും. പിള്ളേർ ആൺപിള്ളേരാണ്. അവന്മാർ അറിയാം. ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ആൺപിള്ളേരായതുകൊണ്ട് ഫ്രീഡം ഉണ്ട്. എവിടെ വേണമെങ്കിലും പ്രോഗ്രാം എടുക്കാൻ പോകാം. പക്ഷേ അവന്മാരെ ഞങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഇടുന്നത്. അവന്മാരുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോസൊന്നും ഇടത്തില്ല. പ്രത്യേകിച്ച് അവള്. എന്നോട് പിന്നെ അത്രയും കുഴപ്പമില്ല. അപ്പം ശരി. ഇങ്ങോട്ടോ. അപ്പം ശരി, എല്ലാവർക്കും ഓക്കെ. ബൈ.